സാഗർ ഡാമിൻ്റെ ഷട്ടർ തുറന്നു. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. സുർജിത്ത് അയ്യപ്പ് എത്തിച്ചേരുന്നു. സുർജിത്ത്, പറയൂ. SKN ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. സെക്കൻഡിൽ 8.5 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ആകെ ഒഴുക്കിവിടുന്ന 50 ഘനമീറ്റർ വെള്ളം ഒഴുക്കിവിടുമെന്നുള്ള തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് നേരത്തെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കീഴ്ത്തടങ്ങളിൽ കരമാൻ തോടിൻ്റെ കരകളിൽ, ഒപ്പം തന്നെ പന്തിപ്പൊയിൽ, പുതുശ്ശേരിക്കടവ്, മുണ്ടക്കുറ്റി, ചേരിയൻകുല്ലി, ഒപ്പം തന്നെ പനമരം പുഴ, അവിടെ നിന്നും പിന്നീട് വെള്ളം എത്തുന്നത് കൂടൽക്കടലിൽ വെച്ച് അത് മാനന്തവാടി പുഴയുമായി ചേർന്ന് കബനി പുഴയാകും. ആ കബനി പുഴയാകുന്ന ഘട്ടത്തിൽ ആ കബനിയുടെ കീഴ്ത്തടങ്ങളിലുള്ള ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾ, പരിസരത്തുള്ള ആളുകൾ, ഇവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു ഷട്ടറാണ് തുറന്നിട്ടുള്ളത്. ആ ഒരു ഷട്ടർ തുറന്നിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ഇവിടെ അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെയുള്ളവ നടത്തിയിരുന്നു. മാത്രമല്ല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അല്പ സമയത്തിനകം കൂടുതൽ ഷട്ടറുകൾ ഉയർത്താനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കബനിപ്പുഴയിലേക്കാണ് ഈ വെള്ളം എല്ലാം എത്തിച്ചേരുക. അത് ബീച്ചനഹള്ളി അണക്കെട്ടിലേക്കാണ് നേരെ പോകുന്നത്. കർണാടകയുടെ ഭാഗമായിട്ടുള്ള അണക്കെട്ടാണ്. ഈ കബനിപ്പുഴയിൽ മരക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, അതായത് തോണിക്കടത്തുള്ള പ്രദേശങ്ങളാണ് ഈ മരക്കടവടക്കമുള്ള പ്രദേശങ്ങൾ. പുൽപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു മേഖലയിൽ ഉള്ള പ്രദേശങ്ങളാണ്. അവിടെ എല്ലാം തോണിക്കടത്തെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് അക്കരയ്ക്കും ഇക്കരയ്ക്കും ആളുകളെ, മരക്കടവിലും മറ്റും ആളുകളെ കടത്തുന്ന തോണിയെ ആശ്രയിച്ചാണ്. അത് ഇങ്ങനെ ഈ ബാണാസുര സാഗർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ അത് നിർത്തിവെക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരമൻതോട്, ഒപ്പം അതിനുശേഷം ഈ വെള്ളം എത്തുന്നത് പന്തിപ്പൊയിൽ, പിന്നീട് പുതുശ്ശേരിക്കടവിൻ്റെ ഭാഗമാകും. അവിടേക്ക് എത്തും വെള്ളം. മുണ്ടക്കുറ്റി, ചേരിയൻകുല്ലി വഴി പനമരം പുഴയിലാണ് ഈ വെള്ളം ചേരുന്നത്. അതിനുശേഷമാണ് കൂടൽക്കടവിൽ മാനന്തവാടി പുഴയുമായി ചേർന്ന് കബനിയാകുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ ഈ പനമരം ഭാഗത്തൊക്കെ പല പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത രീതിയിൽ തന്നെ മഴപ്പെയ്ത്ത് തുടരുന്ന ഒരവസ്ഥയാണുള്ളത്. ആ മഴപ്പെയ്ത്തിൻ്റെ സാഹചര്യത്തിൽ പല മേഖലയും, അതായത് പുഴ കടന്നു പോകുന്ന മേഖലയിൽ നിലവിൽ വെള്ളക്കെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുള്ളത്. ഇത് കുറ്റ്യാടി ഓഗ്മെൻറ്റേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള അണക്കെട്ടാണിത്. ഇവിടെ നിന്ന് ഈ വെള്ളം ടണൽ വഴി കുറ്റ്യാടി കക്കയം ഡാമിലേക്ക് എത്തിച്ച് വൈദ്യുത്പാദനം അടക്കമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ രീതി. ഇപ്പോൾ നിലവിലെ ജലനിരപ്പ് 769.5 മീറ്ററാണ് ജലനിരപ്പ്. 760 പോലെ വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. കബനി നദിയിലേക്ക് ജലം ഒഴുകി തുടങ്ങി. കബനിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം.